ഹലോ എവ്രി വൺ. 2026 മാർച്ച് മാസത്തിൽ SSLC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which of the following is the algebraic form of the arithmetic sequence 6, 10, 14? 6, 10, 14 എന്ന് തുടങ്ങുന്ന അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടേം അല്ലെങ്കിൽ ഇതിൻ്റെ ആൾജിബ്രായിക് ഫോം എങ്ങനെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കിതിന് വേണ്ടിയിട്ട് ഈ ജസ്റ്റ് എല്ലാ ഓപ്ഷൻസും ഒന്ന് നോക്കി നോക്കാം. 4n+1, 6n+4, 5n+1, 4n+2 ഇതാണ് 4 ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. നമ്മൾ ഒരു മാർക്കിൻ്റെ ചോദ്യമാണ്. സോ നമുക്ക് ഒരുപാട് നിങ്ങൾ എഴുതി വെക്കാനൊന്നും സമയം കിട്ടില്ല. സോ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്നിന് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിന് 1 കൊടുക്കുക, 2 കൊടുക്കുക, അങ്ങനെയുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമെന്ന് പറയുന്നത് ഈ സീക്വൻസിലെ അംഗങ്ങളാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അതായത് 4n+1 എന്ന് പറയുന്ന ഈ ഒരു അരിത്തമെറ്റിക് ഫോം ആൾജിബ്രായിക് ഫോർമുല എടുത്ത് നോക്കാം. ഇതിൽ എന്നിന് വാല്യൂ ഇട്ട് കൊടുക്കാം. n = 1 ഇട്ട് കൊടുക്കുമ്പോഴേക്കും 4 × 1 + 1, അതായത് എന്ത് വരും? 4 × 1 4, 4 + 1 5 എന്ന് വരും. സോ ഈ സീക്വൻസിൽ 5 കിടക്കുന്നുണ്ടോ? ഇല്ല. സോ ഇതല്ല നമ്മളുടെ ആൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത്. സോ ഇതല്ല, എ അല്ല ആൻസർ. ദെൻ ഇനി 6n+1 എന്ന് പറയുന്ന സീക്വൻസ് എടുത്ത് നോക്കുക. സെയിം കാര്യം തന്നെ ചെയ്യുക. 6 × 1 + 1 ചെയ്ത് നോക്കുക. അപ്പോൾ എത്രയാണ്? 7 ആണ് വരുന്നത്. എഗെയിൻ 7ഉം ഈ ഒരു സീക്വൻസിലില്ല. സോ ഇതല്ല ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ആൾജിബ്രായിക് എക്സ്പ്രഷൻ എടുത്ത് നോക്കുക. 4n+1 ആണ്. 5 × 1 n = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 5 × 1 + 1 എത്രയാണ്? 6 ആണ് വരുന്നത്. ഓക്കെ, 4n+1 സോറി 5n+1 5 × 1 + 1 എന്ന് പറയുമ്പോഴേക്കും അത് 6 ആൻസർ വരും. സോ ഇത് നമ്മളുടെ ഒരു ഓപ്ഷനായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ഇത് നമ്മൾ അടുത്തത് എടുത്ത് നോക്കാം. അടുത്ത n = 2 എന്ന് പറയുന്നൊരു വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ 5 × 2 + 1 എത്രയാണ് വരുന്നത്? ഇവിടെ വരുന്നതെന്ന് പറയുന്നത് 10 + 1 11 ആണ് വരുന്നത്. ഓക്കെ, 11 എന്ന് പറയുന്ന ഒരു ടേം കൂടെ ഉണ്ടോ? സീക്വൻസിൽ ഇല്ല. സോ ഇതും അല്ല എന്നുള്ള കാര്യം മനസ്സിലായി. ദെൻ നമുക്ക് ലാസ്റ്റ് കിടക്കുന്നതെന്ന് പറയുന്നത് 4n+2 എന്ന് പറയുന്ന ഓപ്ഷനാണ്. സോ n = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 × 1 + 2 എന്ന് വരും. സോ എന്താ വരിക? 6 എന്ന് നമുക്ക് ആൻസർ വരും. ദെൻ അടുത്തത് എന്താണ്? 4 × 2 + 2 എന്ന് വരും. അതെന്താണ്? 10 എന്ന് വരും. സോ നമുക്ക് 3 പോയി കഴിയുമ്പോൾ തന്നെ മനസ്സിലാകും ഡി ആണ് ആൻസർ എന്ന് മനസ്സിലാകും. പക്ഷെ ഞാനൊന്ന് കാണിച്ചു തന്നതാണ് ഈ സി എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്ന് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ എങ്ങനെ വ്യത്യസ്തമായിട്ടിരിക്കുന്നു എന്ന് കാണിച്ചു തന്നതാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. 4n+2 ആണ് ഈ സീക്വൻസിൻ്റെ ആൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് സ്റ്റെപ്പ് ചെയ്ത് ചെയ്യേണ്ട കാര്യം ഇവിടെ ഇല്ല. കാരണം 1 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ താങ്ക് യു.